വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിയോ ഗെയിമർ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നും വന്നേക്കണ ഒരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ PC-യിലാണ്. അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേസ് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രകാരമാണ് നമ്മൾ 15 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 54 അടുത്തെത്തി. അതിൻ്റെ നമ്മളൊരു ഇതായിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറ്റി. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും താങ്ക്സ് ഗൈസ്. അപ്പം നമ്മൾ പുതിയ സീരീസാണ് PC-യിലെ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തുടങ്ങിക്കോളുക. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഒരു വില്ലേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത് മരങ്ങളൊന്നും കാണില്ല. ഗൈസ്, അവിടെ ഒരു മരമുണ്ട്. ചെറിയൊരു ലാഗുണ്ട്. അതെന്നാന്ന് എനിക്കറിയില്ല. ഓക്കെ, ഈ മരം ഒന്ന് നോക്കാം. ഈ മരം മുറിക്കാൻ നമുക്ക് വേഗം പോയി. ഗൈസ്, എല്ലാവരും ഒന്ന് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഓക്കെ, സബ്സ്ക്രൈബ്. സ്റ്റീവിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളൊന്ന് നോക്കട്ടെ. വീഡിയോ സെറ്റിംഗ്സ് എല്ലാം കറക്റ്റാണോ? നമ്മൾ 5 പറ്റിയാന്ന്. നമ്മൾ ഒരു വീഡിയോ എടുത്ത് നോക്കിയാന്നു. പിന്നെ ആ വർഷൻ്റെ തന്നെ റീക്രിയേറ്റ് ചെയ്തതാണ്. അവിടെ ഒരു മരം കിടക്കണ്ടേ. മരമൊന്നും അതിനകത്ത് കുറിച്ചില്ല. ലാഗ് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുവാനൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഇത് പുതിയൊരു സീരീസ് ആയിരിക്കും. നിങ്ങളങ്ങനെ ബോറടിപ്പിക്കാതെ മാക്സിമം നമ്മൾ കൊണ്ടുപോകാൻ നോക്കണേയിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ഇച്ചിരി കൂടി ഒന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് റോഡ് ടു 100 സബ്സ്ക്രൈബർ ആക്കാം. വേഗം തന്നെ നമുക്ക് 100 സബ്സ്ക്രൈബറൊക്കെ ആക്കാം. ഇനി 46 അങ്ങനെ എന്തോ മതിയാവും സബ്സ്ക്രൈബർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കുക. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഇട്ടത് സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മൾ കുറേ ആഴ്ച ഡിലേ ചെയ്ത് നമ്മൾ ഈ 15 സബ്സ്ക്രൈബർ ആയത് ഞാൻ ഇന്നാണ് കണ്ടത്. നമ്മൾ ഇച്ചിരി പരിപാടികളിലായിരുന്നു. അപ്പം ഇപ്പം ലാഗുണ്ടാവില്ലാന്ന് എന്നാ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓടുമ്പോൾ ലാഗുക ഗൈസ്. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മളിപ്പോൾ കളിക്കണ ടീ ലോഞ്ചറിനാണ്. ഇങ്ങോട്ട് ഇത് പോയല്ല. വില്ലേജ് കാണാൻ പറ്റുമോ? ഓ ഗൈസ്, സെക്കൻഡ് വില്ലേജ്. കിട്ടിയില്ല ഗൈസ്. അപ്പം ഞാനൊരു സീഡാണ് എടുത്തേക്കണേ. ഞാൻ ഒരു യൂട്യൂബറിനെ കണ്ട സീഡാണ് അത്. ഞാൻ നമ്പർ 2 തെറ്റാണെന്നാണ് തോന്നണത് എനിക്ക് അടിച്ചത്. പുള്ളീൻ്റെ സ്പൂണിൽ അങ്ങനെയൊന്നുമില്ല. ഇച്ചിരി ദൂരം പോയി. അപ്പം അങ്ങനെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ പുള്ളീൻ്റെ സ്പോണല്ല എന്തായാലും. പുള്ളി ഒരു ഒറ്റ വില്ലേജേ ഉള്ളൂ പുള്ളീൻ്റെ അടുത്ത് ആയിട്ട്. പുള്ളി വേഗം തന്നെ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചു. അതിൻ്റെ പ്രകാരമാണ് ഞാനിത് അടുത്ത് തന്നെയാണ് സ്ട്രോങ് ഹോൾഡ്. പിന്നെ ഞാൻ അങ്ങനെയാണ് ചീറ്റിങ്ങെന്ന് വിചാരിച്ച് ഞാൻ മാറ്റിയതാണ്. അപ്പം നമ്പറൊക്കെ മാറ്റി കൊടുത്താന്നു. ഓക്കെ, ഇവിടെ ഒരു വില്ലേജും കൂടെ ഉണ്ട്. ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവോ? പിന്നെ ഒന്ന് നോക്കാം വില്ലേജുകളൊക്കെ. നമ്മൾ സ്പോണായ അവിടേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ്, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. നമ്മുടെ വില്ലേജ് എത്തി. ഓക്കെ, നമ്മളപ്പം സ്ഥിരം വീഡിയോ ഇടാൻ നോക്കണേക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇച്ചിരിയും കൂടി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം വീഡിയോ ഇടണേക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വേഗം തന്നെ സ്റ്റോറേജിലേക്ക് ആക്കിയേക്കാം. ഒരു പിക്കാക്സ് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് ഇവിടെ പൊളിക്കാം. നമുക്കിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ പേടിക്കാനില്ല. വില്ലേജ് തന്നെ എടുത്തുണ്ട്. നമുക്കപ്പോൾ വേഗം തന്നെ ഒരു വില്ലേജ് ബ്രീഡർ സെറ്റാക്കണം. അപ്പം നമ്മൾ അടുത്ത പാർട്ടിയിലേക്ക് വില്ലേജ് ഇത് ബ്രീഡറൊക്കെ സെറ്റാക്കണം. അടുത്ത പാർട്ടിയിലാണെങ്കിൽ നമ്മൾ അതിനെ നോക്കി പോകുമെന്നൊക്കെ അറിയില്ല. അതൊക്കെ നമ്മളൊരു പ്ലാനിങ് അനുസരിച്ചായിരിക്കും എല്ലാം സെറ്റാക്കണേ. അപ്പോൾ ഗൈസ്, നമ്മളപ്പം ഒന്ന് സ്റ്റോണേജ് ഇച്ചിരി കംപ്ലീറ്റ് ആക്കണേ. നമുക്ക് ഒരു സ്റ്റാക്കിന് അടുത്ത് വേണം ഇത്. കോബിൾ സ്റ്റോൺ നല്ല ആവശ്യമുള്ളല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. കോബിൾ സ്റ്റോൺ 10 നമുക്കൊരു ഫർണേഴ്സ് ഉണ്ടാക്കാൻ മാത്രമാണ് ആയുള്ളൂ. നമുക്കൊരു 36 കോബിൾ സ്റ്റോൺ അത്രയും മതിയാവുമായിരിക്കും. ഞാൻ അങ്ങോട്ടും കൂടി വാങ്ങിയത് പോയാൽ അത് മതിയാവും. അതിനുള്ള കോബിൾ സ്റ്റോൺ
പിന്നെ കോബിൾ സ്റ്റോൺ വേണമെങ്കിൽ നമുക്കൊരു ജനറേറ്റർ ഉണ്ടാക്കാം. ഒരു ലാവ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഇച്ചിരി അയൺ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്കൊരു ജനറേറ്റർ ഉണ്ടാക്കാം. ഓക്കെ, 34ആയി. നമ്മളൊരു 2 റൂം കൂടി കിട്ടി കറക്റ്റ് കണക്കാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. കോബിൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. ഇനി നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. നമ്മൾ ആരെങ്കിലൊക്കെ ഒന്ന് അടിക്കാവുന്ന നമുക്കൊന്ന് രക്ഷപ്പെടണേ. ഇനി നമുക്ക് വേണ്ടത് ഒളിച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു സോഡ ഉണ്ടാക്കിയേക്കാം. ഒരു സോഡ ഉണ്ട്, ഒരു ഷവലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോണേജ് മൊത്തം കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഒരു വീട്, നല്ലൊരു വീട് നോക്കാം നമുക്കൊന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി. നമ്മൾ സ്പോണായത് ഇവിടെയല്ലേ, ഇവിടെ നിന്ന് ഇച്ചിരി ദൂരെയൊന്നും വേണ്ട. നമുക്ക് ആ വീട് എടുക്കാം. ആ വീട് കേട്ടോ, ആ വീട് എടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് നമ്മൾ ആക്കണേക്കും പയ്യെ. അപ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ചെയ്യാൻ വെച്ചു. അപ്പോൾ പുള്ളി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഭയങ്കര ലാഗായി, ചത്തു. ലാഗ് വന്നിട്ട് പണിയായതാ ഗൈസ്. അപ്പോൾ സോറി, നമ്മൾ അടുത്ത വീഡിയോയിൽ ലാഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കണേക്കും. നമ്മളിപ്പോൾ വെള്ളമോ ഇവിടെ ആയിട്ട്. ഓക്കെ, നമുക്ക് ഈ വീട്ടിലേക്ക് എന്നാ പോവാം. ഈ വീടാണോ? ഈ വീടാണോ? നമ്മൾ ആ വീടല്ലേ പറഞ്ഞേ. അതെ, അവിടെ ഇച്ചിരി ഹേബൽസ് ഇരിക്കുന്നുണ്ട്. അത് ഇച്ചിരി എടുത്തേക്കാം. ഇത് പയ്യെ എടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഫുഡിൻ്റെ ഒരു 5-6 ദിവസത്തേക്കുള്ള ഫുഡുണ്ട്. അപ്പോൾ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞൊരു 100 days കംപ്ലീറ്റ് ആക്കുക, മാക്സിമം പവർഫുൾ ആവാൻ നോക്കുക. അതാണ് നമ്മുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ കൂടെ. അപ്പോൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോ ഇനി നമുക്ക് ഇതാക്കണ്ട. ഓഫ്ലൈൻ മൈനിങ് വേണോ? നിങ്ങൾ കമൻറ്റ് ഇട്ടേക്ക്. ഓഫ്ലൈനായിട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതേ നമുക്ക് ഇവിടെ തന്നെ എല്ലാം സെറ്റ് ആക്കാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ആയിട്ട് വെച്ചേക്കാം. നമുക്ക് ഇനി ഇത് മൊത്തം ഒരു വീറ്റ് ആക്കി എടുക്കാം. ഓക്കെ, വീറ്റ് ആക്കി ഇടുന്നുണ്ട്. ഓക്കെ, ഇനി 14 ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ടോ? ഓക്കെ, 36 ബ്രെഡായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫർണസ് അങ്ങോട്ട് ഉണ്ടാക്കിക്കുക. എന്തെങ്കിലുമൊക്കെ ചൂടാക്കണമെങ്കിൽ നമുക്ക് ഇന്ന് അയം കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഒരു ചെസ്റ്റും ഉണ്ടാക്കിയേക്കാം. ബൂട്ടുണ്ടോ? ബൂട്ടുണ്ട്. ഒറ്റയ്ക്ക് വരണം, അതാണ് ഒരു ബൈല. അപ്പം നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഡബിൾ ചെസ്റ്റ് ആക്കാതെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഡബിൾ ചെസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചാൽ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ആയിട്ട് വയ്ക്കാം. ഓക്കെ, നമുക്ക് ടോർച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ആയിട്ട് വയ്ക്കാം. അപ്പോൾ ലൈറ്റുമായി നമ്മുടെ വീട് സെറ്റായി. നമുക്കപ്പോൾ ഇത് നമ്മുടെ വീടാണെന്ന് കാണിക്കണ്ടേ? ഓക്കെ, നമുക്ക് ഇനി ഇച്ചിരി ഇത് മൈനിങ് ചെയ്യാം. നമ്മുടെ ഇത് വീടല്ലേ, നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ തന്നെ തുടങ്ങാം. നമ്മുടെ മറ്റേ ഹാർഡ് കോർ സർവറിൽ തുടങ്ങിയ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മോസ്റ്റ് സെക്യൂർ ആയിട്ടുള്ള ബേസ്, ആർമേഴ്സ് മോസ്റ്റ് പവർഫുൾ ആകണം. നമ്മളെ കൊല്ലാൻ അങ്ങനെ ആരും വരല്ലേ. നമുക്ക് ഇച്ചിരി പ്ലാനിങ് ഒക്കെ ഉണ്ട്. റെയ്ഡ് ഫാം ഒക്കെ തുടങ്ങണം, അയൺ ഫാം സെറ്റ് ആക്കണം. അയൺ ഫാം ഞാൻ ഈ സെറ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വീടെടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ.
നമുക്കപ്പം ഇനി നമുക്ക് മാക്സിമം മൈനിങ് ചെയ്യാം. രാത്രിയായോ? ഓ, നമ്മുടെ വീട്ടിലേക്ക് ആരോ കയറിയുണ്ട്. വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടു കേട്ടോ ഗൈസ്. നമുക്കിന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കട ഇവനെയാണ് ഞാൻ ഇച്ചിരി മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞത്. മറ്റു സബ്സ്ക്രൈബ് ചെയ്യാമോ? അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഈ ആണ് വേണ്ടത്. ആ വില്ലേജർ എന്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുള്ളി സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയിൽ നമ്മൾ വഴിയുള്ള. ഓക്കെ, അതുപോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, നമുക്കപ്പം ഇനി ഒരു എത്ര വേണം ബ്ലോക്ക്? ഇപ്പം നമ്മളെവിടെയേക്കണേ കാണാൻ പറ്റില്ല. അത് ഇവിടെ ആയിപ്പോയി, ഏറ്റവും അടിയിലായിപ്പോയി. അതെന്നെ പറ്റി 58-നാണ് നമ്മളിപ്പോൾ. ഓക്കെ, ഇനി നമുക്കൊരു 14-ലേക്ക് പോയി നോക്കാം. ഡയമണ്ട് കിട്ടുമെന്നാണ് നമുക്ക് മാക്സിമം നോക്കണം. ഡയമണ്ട് കിട്ടിയാൽ മാക്സിമം എളുപ്പമാവും നമ്മളെ പരിപാടികൾ ഒക്കെ. അപ്പം നമ്മളെ വുഡൻ പിക്കാക്സ് അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് സ്റ്റോൺ പിക്കാക്സ് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉപയോഗിച്ചതിൻ്റെ പേര് നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേക്കുക. ഓക്കെ, നല്ലൊരു ഷെയ്ഡറിൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. നമ്മളിപ്പോൾ കളിക്കുന്നത് 1.20 1.5 ആണ്. അപ്പം നമ്മുടെ സർവറിൻ്റെ ഇത് ആരും കമൻ്റ് ഒന്നും ഇട്ടില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോയിലാന്ന് തോന്നുന്നത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരുടെ റെസ്പോൺസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സർവർ ഡിലീറ്റ് ആയി കളഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഞാൻ ചെയ്യണമായിരിക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കും. നമ്മുടെ ആദ്യത്തെ കോൾ നമുക്കപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എക്സ്പീരിയൻസ് കാരണോ നമ്മൾ നൈറ്റ് അങ്ങനെ പോയില്ല. അല്ലെങ്കിൽ നമുക്ക് മോൺസ്റ്റർ ഹണ്ടറൊക്കെ ആവുന്നു. അങ്ങോട്ട് പോകണില്ല. ഇപ്പം പോകാനുള്ള ഒരു അയൺ ആർമറൊക്കെ സെറ്റാക്കണം മാക്സിമം. ഓക്കെ, മാക്സിമം കോള് കിട്ടുന്നുണ്ട്. കോള് നല്ല രീതിക്ക് കിട്ടണം. കോളിൻ്റെ ആവശ്യം നല്ല രീതിക്കുണ്ട്. നമുക്കപ്പോൾ ഒരു ഫ്യൂവൽ സിസ്റ്റം സെറ്റാക്കണം. ഓക്കെ, ഉള്ള സ്റ്റിക്കും കോളും വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ലൈറ്റ്. ഓക്കെ, ഇവിടെ മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് 14-ലേക്ക് പോകണമെന്നില്ല. അതിന് മുമ്പ് നമുക്ക് അയൺ കിട്ടാനുള്ള ചാൻസ് ഇച്ചിരി അധികമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കും. നമ്മുടെ വീഡിയോ ഇച്ചിരി ലെങ്തി ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് പോണവർ പോട്ടെ. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടോ ഒരു വാട്ടർ ഒഴുകണ സൗണ്ടാണ്. നിങ്ങൾ കേട്ടോന്നറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എവിടെ ഓഷ്യനാണോ ഇത് അറിയില്ല. വാട്ടർ നല്ല രീതിക്ക് പോട്ടെ. അപ്പോൾ ഗ്രാനൈറ്റാണ് തോന്നുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കേട്ടാണ് ചിലപ്പോൾ കേട്ടോ. നല്ല രീതിക്ക് ഒരു ഫ്ലോയിൻ്റെ സൗണ്ട് ആയിട്ടുണ്ട്. നമ്മളപ്പം അങ്ങോട്ട് അങ്ങനെ പോകണ്ട. നമ്മൾ അയൺ കണ്ടുപിടിക്കാനല്ലേ മാക്സിമം നോക്കണേ. അപ്പം നോക്കട്ടെ. അതേ പോകും. ഞാൻ പറഞ്ഞേ ഒരു കേവാണോ? ഓ ഗൈസ്, കേവാണ്. ഓക്കെ, ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചേക്കാം. ഓ ഗൈസ്, അയൺ ഗൈസ്. അപ്പം നമ്മുടെ ആദ്യത്തെ അയൺ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓ, കുറേ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ 6 അയൺ കിട്ടി. അങ്ങനെ 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. മുകളിലേക്ക് ഞാൻ ഉണ്ടാവോ? കോളുണ്ട്, കോൾ എടുത്തേക്കാം. കോളിൻ്റെ ആവശ്യം നല്ല രീതിക്കുണ്ട്. മുകളിലും വെള്ളമുണ്ട്. ഇത് കണ്ടോ, ഫ്ലോയാണേ.
മുകളിൽ മൊത്തം വെള്ളമാണ്. അയ്യോ കോളന്തി സ്കെൽട്ടനോട് സ്കെൽട്ടൻ ഇവിടെ ഉണ്ട്. കാണുവാണെങ്കിൽ നമ്മൾ ചത്തൂട്ടോ. സ്കെൽട്ടൻ ഭയങ്കര സീനാണ്. സ്കെൽട്ടനെ കൊല്ലണമെങ്കിൽ തന്നെ ഭയങ്കര പണിയാണ്. സ്കെൽട്ടൻ ഇച്ചിരി സീനാണ്. പുള്ളി നമ്മളെ കാണാതെ നമുക്കിത് അവിടെ പിക്കാക്സ് അങ്ങനെ കൊട്ടാറേ നമുക്ക് വേഗം തന്നെ മുകളിൽ കയറി പോവാം. ഓക്കെ ഇത് പൊട്ടും. ഇപ്പോൾ പൊട്ടും. മാക്സിമം അങ്ങനെ തീർന്നുണ്ട്. അയ്യോ പരിപാടി. ഓ ഗൈസ് ഇനി ഇത് പൊട്ടിക്കണം. നമ്മളെ പിക്കാക്സ് അങ്ങനെ വഴിയായി. പിക്കാക്സിൻ്റെ കാര്യത്തിന് ഒരു ഇതായപ്പോൾ പിന്നെ നമ്മളിനി എല്ലാം ഒറ്റിക്കേണ്ടി വരും. ഇനി അതിൻ്റെ മുകളിലേക്ക് കയറി പോകണമല്ലോ. ഒന്ന് ആലോചിക്കുമ്പോൾ ഒരു വള്ളി. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കോ നിങ്ങൾ. ഓക്കെ ഇതല്ലേ അത് തന്നെ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാവുന്നു. നമുക്ക് അയം കിട്ടിയത് വഴി മുകളിലേക്ക് കയറാം. ഓക്കെ മച്ചാന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടാ നമ്മുടെ യൂട്യൂബ്. ഇങ്ങോട്ട് പോണേ ഇവൻ പോയാൽ നമ്മള് ഇവരെ നമുക്ക് വേണമെങ്കിൽ ഒരു പെട്ടിയിലാക്കി വെക്കാന്നു. നമ്മളെ ചാടിപ്പോയ ഇനി വേണ്ട വരുവാണെങ്കിൽ പോട്ടെ. നമ്മൾക്ക് ഓരോ അയങ്കോളം ഉണ്ട് ഇവിടെ. നമ്മുടെ വീടല്ലേ ഇവരായിരുന്നു നമ്മുടെ വീട്ടിൽ കയറാൻ. നമ്മുടെ വീട്ടിൽ കയറിക്കണം. വീട്ടിൽ കയറി കളിക്കാനൊന്നും ആയാലും നമുക്കിത് പോയി മൂടി കളയാം. ഓക്കെ ഒന്നാമത് സ്ഥലമില്ല ഈ വീട്ടില്. അപ്പോൾ നമുക്ക് അയൺ അങ്ങോട്ട് ചൂടാക്കാൻ പറ്റേക്കാം. ഓക്കെ അയൺ ചൂടാക്കണ സമയം കൊണ്ട് നമുക്ക് കഴിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ ബ്രെഡ് കഴിച്ചേക്കാം. നമ്മുടെ ഹങ്കർ ഇച്ചിരി കുറയുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മുടെ ആദ്യത്തെ എന്താ ഇതിൻ്റെ പേരണ ബ്രെഡ് കഴിച്ചിട്ടുണ്ടാവും ഗൈസ്. അപ്പം നമ്മുടെ ലൈറ്റ് വെച്ചേ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മൾ ഈ അയൺ കൂടി എടുത്ത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഇവരും ബൊമ്മാരക്കാരന് പോടാ പുറത്തു പോടാ. നമ്മുടെ മല ഇച്ചിരി പ്രശ്നമാട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യത്തെ അയണും വെച്ച് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കിയേക്കാം. ഒരു ഷീൽഡ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഷീൽഡ് അങ്ങനെ ആയുണ്ട്. ഓക്കെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഫസ്റ്റ് ഷീൽഡ്. അയ്യോ ടോർച്ച് വെച്ച് കൂട്ടുമല്ലോ. ഒരു ടോർച്ചുണ്ട് അത് പോയി. ടോർച്ചുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ആദ്യത്തെ അയൺ. അപ്പോൾ അൺലിമിറ്റഡ് അയണാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം. അൺലിമിറ്റഡ്. ഞാൻ റിച്ചാണ് ഗൈസ് എനിക്കറിയാലോ. അപ്പോൾ ഗൈസ് നമ്മുടെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ് ദീസ് വീഡിയോ. നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യമായിട്ട് കണ്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.